മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ ബന്ധുവും കണ്ണൂരിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയും ലിസ്റ്റിൽ. PRD റാങ്ക് ലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനത്തിനായി PSC പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. റാങ്ക് ലിസ്റ്റിലുള്ളവർ സമർപ്പിച്ച പരിചയ സർട്ടിഫിക്കറ്റുകളുടെ സാധുത ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് സ്റ്റേ. തിടുക്കത്തിൽ തയ്യാറാക്കിയ ഇത്തവണത്തെ ലിസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ ബന്ധുവും കണ്ണൂരിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയുമുണ്ട്. അതുപോലെ പലരും ഇതിൽ ഇടം നേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഭരിക്കുന്ന പബ്ലിക് റിലേഷൻസ് വകുപ്പിലാണ് പുതിയ തട്ടിപ്പ്. രാഷ്ട്രീയ ശുപാർശയിൽ PRDയുടെ എംപാനൽമെന്റ് ലിസ്റ്റിൽ കയറിപ്പറ്റിയ പ്രാദേശിക വാർത്താ ശേഖരണത്തിനുള്ള പ്രിസം പദ്ധതിക്കാരെ താൽക്കാലിക ജീവനക്കാരെന്ന പരിചയ സർട്ടിഫിക്കറ്റ് നൽകിയാണ് PRD പരീക്ഷയ്ക്ക് യോഗ്യരാക്കിയത്. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. സർട്ടിഫിക്കറ്റുകളുടെ നിയമസാധുതയാണ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. തൊട്ടു മുൻപുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2024 ജൂണിലാണ് അവസാനിച്ചത്. എന്നാൽ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന നടപടി പൂർത്തിയാകും മുൻപ് ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്യാതെ തന്നെ 2023 ഡിസംബർ 30 പുതിയ അപേക്ഷ ക്ഷണിച്ചു. PRDയുടെ പ്രതിനിധികളില്ലാതെ PSC ഇന്റർവ്യൂ നടത്തി. 2026 ഫെബ്രുവരി 25 ലിസ്റ്റ് തയ്യാറായി. സാധാരണഗതിയിൽ 4-5 വർഷം എടുക്കാറുള്ള പ്രക്രിയയ്ക്ക് ഭരണം തീരും മുൻപ് വേണ്ടിവന്നത് 1 വർഷവും 2 മാസവും മാത്രമാണ്. ഇതിൽ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ.